പാഠം 871 ഒരു ദാനശീലന്റെ കഥ. ഹലോ, അതെ. ആ, മത്തായി ചേട്ടാ, എന്താ വിശേഷം? ആ, ഓർമ്മയുണ്ട്. അതെയോ? ഓ, ഇന്നത്തേക്കാണോ? അല്ല, അതിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാ എന്റെ കയ്യിലില്ല. ഞാൻ മോഹനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ആ, അതെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ മോഹനോടൊന്ന് ചോദിച്ചിട്ട് തിരിച്ചു വിളിച്ചോളാം. അതുപോലെ. ആ, ശരി. വില്ലേപ്പച്ചനോട് അത് ചോദിക്കും, എന്ത് പറയൂ എന്തോ. എന്തൊക്കെയുണ്ട് മോഹനന്റെ പത്രത്തിൽ വിശേഷം? പത്രത്തിൽ വിശേഷങ്ങളല്ല, വാർത്തകളാണുള്ളതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ വാർത്ത എന്ന് പറയുന്ന ഒരു വിശേഷമാണല്ലോ. എനിക്കങ്ങനെ തോന്നില്ല. തോന്നണ്ട. അതെ, മത്തായി ചേട്ടൻ വിളിച്ചിരുന്നു. ഏത് മത്തായി ചേട്ടൻ? ഏത് മത്തായി ചേട്ടനാണെന്ന് മോഹനോട് അറിഞ്ഞൂടെ? ഗുമസ്ത മത്തായി ചേട്ടൻ. എന്താ കാര്യം? മത്തായി ചേട്ടന്റെ വീട് പണി നടക്കാണല്ലോ. നല്ല കാര്യം. പൈസക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാ. കഴിഞ്ഞ ദിവസം കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണേന്ന്. ഇപ്പൊ മത്തായി ചേട്ടൻ വിളിച്ചത് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാനാ. ഒരു 2000 രൂപ നമുക്ക് കൊടുത്താലോ മോനട്ടാ? എന്താ നോക്കണേ? എത്ര നാളായിട്ട് മത്തായി ചേട്ടൻ എന്റെ കൂടെ ജോലി ചെയ്യുന്നതാ. അങ്ങനെയുള്ള മത്തായി ചേട്ടനെ സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? അങ്ങനെ ഒരു ബാധ്യതയും നമുക്കില്ല. മത്തായി ചേട്ടൻ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ നീ. അതിനപ്പുറം മത്തായി ചേട്ടനെ സഹായിക്കാൻ ബാധ്യസ്ഥരല്ല നമ്മൾ. ഒരു 2000 രൂപയുടെ കാര്യമല്ലേ ഉള്ളു മോനെ. എന്റെ ഇല്ല. പിന്നെ ഓരോരുത്തരുടെ പൈസ ഉണ്ടെന്ന് എനിക്കറിയാലോ. എന്റെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ അത് എന്റെ ആവശ്യങ്ങൾക്കുള്ളതാ. ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച പണം വെറുതെ അങ്ങോട്ട് കളയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമോ മോനട്ടാ? അങ്ങനെ നോക്കിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. ഞാൻ ഇതുവരെ ഒരാളോടും ഒരു സഹായവും ചോദിച്ചിട്ടില്ല. എന്റെ ആവശ്യങ്ങൾക്കുള്ള പണം അപ്പൊ ഞാൻ തന്നെ കണ്ടെത്തിയല്ലേ പറ്റൂ. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോ ആ സമൂഹത്തോട് നമുക്കൊരു കടപ്പാടുണ്ട് എന്ന് മോഹൻ എപ്പോഴും പറയാറില്ലേ? ഉണ്ട്. പക്ഷേ കയ്യിലുള്ള പൈസ വല്ലവർക്കും വാരിക്കോരി കൊടുത്തല്ല നമ്മൾ സമൂഹത്തോടുള്ള കടപ്പാട് തീർക്കേണ്ടത്. വെറുതെ ആർക്കെങ്കിലും കൊടുക്കാൻ കെ മോഹനകൃഷ്ണന്റെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെയല്ല മത്തായി ചേട്ടനായിരിക്കും. ഞാൻ എന്താ പറയാ? എന്ത് വേണമെങ്കിലും പറയാം, നിന്റെ ഇഷ്ടം. നാവായിക്കുളത്ത് സൂപ്പർ ഫാസ്റ്റ് ബസ് ലോറിയിൽ ഇടിച്ചു മറിഞ്ഞു. 40 പേർക്ക് പരിക്ക്. അവൾ അയാളോട് എന്തായിരിക്കും പറയുക? ഹലോ. ആ, വിദ്യ നീയായിരുന്നു. ഞാൻ കരുതി മത്തായി ചേട്ടനായിരിക്കും. ഒന്നും പറയാതിരിക്കാൻ നല്ലത്. കഴിഞ്ഞ ദിവസം ഞാൻ മത്തായി ചേട്ടനോട് പറഞ്ഞിരുന്നു പൈസയ്ക്ക് വല്ല അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചോളണേന്ന്. വീട് പണി നടക്കല്ലേ പുള്ളിയുടെ. ഇന്നിപ്പോ മത്തായി ചേട്ടൻ വിളിച്ചു 2000 രൂപ ചോദിച്ചു. എന്റെ കഷ്ടകാലത്തിന് എന്റെ ഉണ്ടായിരുന്നില്ല. മോഹനേട്ടനോട് ചോദിച്ചു. മോഹനേട്ടൻ പറയുകയാണ് അങ്ങനെ ആർക്ക് ചുമ്മാ കൊടുക്കാൻ മോഹനേട്ടന്റെ പൈസ ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒടുക്കത്തെ പിശുക്കാരനെ ഞാനല്ലേ നാണം കെട്ടുകൊണ്ടിരിക്കുന്നു മുഴുവനും. നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നത് അറിയോ വിദ്യ? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഭൂലോക പിശുക്കരെന്ന്. മോഹനയുടെ കേൾക്ക് ആരും ഒന്നും പറയില്ലല്ലോ. കാണുന്നവരൊക്കെ മോഹനേട്ടനെ പുകഴ്ത്തി സംസാരിക്കും. എല്ലാവർക്കും എന്തേലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. പുകഴ്ത്തൽ കേൾക്കുന്നതോടെ എന്റെ മോഹനയുടെ കരുതും. അതൊക്കെയാണ് നാട്ടുകാർക്കുള്ള ശരിക്കുള്ള മനസ്സിലിരുന്നത്. മോഹനേട്ടൻ ഇല്ലാത്ത ആളുകൾ എന്തൊക്കെയാ പറയുന്നത് അറിയാമോ? അല്ല, ഈ പറയുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. മോഹനേട്ടനായിട്ട് ആർക്കെങ്കിലും ഒരു 10 പൈസ കൊടുത്ത ചരിത്രമേ ഉണ്ടായിട്ടില്ല. പിശുക്കെന്ന് പറഞ്ഞ എന്താ പിശുക്കെന്നാണ്? അതെ, നിന്റെ 2000 രൂപ ഉണ്ടാവോ? സദാശിവൻ സാറിന്റെ ഫീസ് കിട്ടുമ്പോ ഞാൻ തിരിച്ചെന്നോളാം. ഈ മത്തായി ചേട്ടൻ ചോദിച്ചിട്ട് പൈസ കൊടുക്കാതിരുന്നത് കഷ്ടല്ലേ?
ശരി, ഞാൻ 10:30 ആകുമ്പോഴേക്കും വരും. അപ്പൊ തന്നാ മതി. ആ ശരി കേട്ടോ. ധൂർത്ത് ധൂർത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ധൂർത്ത്. ആഹാ. ആരായിരുന്നു വിളിച്ചത്? വിദ്യ. എന്തിന്? അത് കൊള്ളാം. എന്നോട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് വിളിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. മത്തായി ചേട്ടന് പൈസ കൊടുക്കുന്ന കാര്യം നീ വിദ്യാലക്ഷ്മിയോട് പറഞ്ഞോ? ഇതൊക്കെ മോണിറ്റർ എന്താ അറിയണേ? ഞാൻ അറിയണമല്ലോ. നീ വിദ്യാലക്ഷ്മിയോട് പറയുന്നത് നിന്റെ ആപ്പീസ് കാര്യം മാത്രമായിരിക്കില്ല, എന്നെ പറ്റിയുള്ള കുറ്റവുമായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാൻ ഒരാളുടെ ഫോണിൽ എന്ത് പറയായിരിക്കും എന്ന് മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ചാതസേവയും കൂടെ പഠിക്കണം. നീ എന്നെ പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞില്ല എന്നാണോ നീ പറയുന്നത്? ഓ, ഇപ്പൊ മോണിറ്റർ എന്താണ് വേണ്ടത്? അനാവശ്യമായി പണം ചെലവാക്കുന്ന പരിപാടി നീ നിർത്തണം. ഞാൻ എവിടെയാണ് മോനിട്ട് അനാവശ്യമായിട്ട് പണം ചെലവാക്കുന്നത്? മത്തായി ചേട്ടന് പണം കൊടുക്കുന്നത് അനാവശ്യമാണ്. അതെങ്ങനെയാ മോഹനട്ട് അനാവശ്യമാവുന്നത്? നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോ അവരെ സഹായിക്കാന്നുള്ളത് നമ്മുടെ കടമയാണ്. നമുക്ക് ആവശ്യമുള്ള പൈസ കയ്യിലില്ലേ, അതിന്ന് കുറച്ച് പൈസ ആർക്കെങ്കിലും ഒന്ന് കൊടുത്തു എന്ന് കരുതി നമ്മൾ അങ്ങ് നശിച്ചു പോവില്ല. ദാനം ആപത്തിനെ തടയുമെന്നാണ് പ്രമാണം. അതൊക്കെ സമ്മതിച്ചു. ആ, പക്ഷേ ദാനം കൊടുക്കുന്നത് അതിന് അർഹതയുള്ളവർക്കായിരിക്കണം. മത്തായി ചേട്ടന് ഒരു ജോലിയുണ്ട്, കൃത്യമായി ശമ്പളവും കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് ദാനം കൊടുക്കേണ്ട കാര്യമേ ഇല്ല. അതും 2000 രൂപ. ബാക്കി ഞാൻ വന്നിട്ട് പറയും. ഈശ്വരൻ, ഇതിന്റെ പേരിൽ എന്തെല്ലാം കേൾക്കേണ്ടി വരുമോ? നമസ്കാരം സാർ. നമസ്കാരം. സാറിന് എന്നെ മനസ്സിലായോ? താലൂക്ക് ഓഫീസിന് മുന്നില് തട്ടുകട നടത്തുന്ന യാക്കോബ്. ആ, മനസ്സിലായി. ഒരിക്കൽ ഞാൻ യാക്കോബിന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ടുണ്ട്. അന്ന് ഒരു ചായക്ക് 6 രൂപയായിരുന്നു. ഞാൻ യാക്കോബിന് 10 രൂപ തന്നു. ചില്ലറ ഇല്ലാത്തത് കൊണ്ട് യാക്കോബ് എനിക്ക് 5 രൂപ തിരികെ തന്നു. ആ വഴിയിൽ ഞാൻ യാക്കോബിന് 1 രൂപ തരാനുണ്ട് അല്ലേ? അതൊക്കെ പഴയ കാര്യമല്ലേ സാറേ, ഞാൻ അതൊക്കെ മറന്നു. ഇപ്പോ യാക്കോബിനോട് കാണാനില്ലല്ലോ, കട നടത്തുന്നില്ലേ? എന്തുപറ്റി? ഒന്നും പറയണ്ട സാറേ, അച്ഛൻ അസുഖം വന്ന പിന്നെ കട നടത്താൻ പറ്റാത്ത അവസ്ഥയായി. വീട്ടില് ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ആ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുകയായിരുന്നു ഞങ്ങള്. അപ്പോഴാ അച്ഛൻ രോഗിയാവുന്നത്. അച്ഛനെന്താ അസുഖം? അതല്ലേ സർ പ്രശ്നം. കഴിഞ്ഞ 6 മാസമായിട്ട് പല പല ആശുപത്രികളിൽ പോയിട്ടും അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ബോധം കെട്ട് വീഴും. പിന്നെ ബോധം തെളിയുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞ. അത് കാരണം അച്ഛനെ വിട്ട് കടയിൽ പോകാൻ പറ്റാത്ത അവസ്ഥ എനിക്ക്. അങ്ങനെ കട പൂട്ടി. ഇനിയിപ്പോ എല്ലാം ഒന്നിന്ന് തുടങ്ങണം. അച്ഛന്റെ ചികിത്സക്കൊക്കെ ആയിട്ട് കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം തീർന്നു. അതുകൊണ്ട് ഞാൻ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാനുള്ള ആലോചനയില്ല. ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിനടുത്ത് എനിക്കൊരു 20 സെന്റ് ഭൂമിയുണ്ട്. അത് പണയം വെച്ച് ലോൺ എടുക്കാനാണ് പരിപാടി. അതിന് ബാങ്ക് ചോദിച്ചപ്പോ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. വേണം. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അപേക്ഷയുമായി വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി. ആധാരത്തിന്റെ അസലും പകർപ്പും മുന്നാധാരത്തിന്റെ പകർപ്പും കര അടച്ച രസീതും കൂടെ വേണം. ഓ, ഇന്ന് ഒരു 11 മണിയാകുമ്പോ ഓഫീസിലേക്ക് വന്നോളൂ. അയ്യോ, ഇന്ന് പറ്റില്ല സാറേ. അച്ഛനെ കൊണ്ട് ആശുപത്രി പോണം. ഓ, അതിനുള്ള പൈസ ഒന്നും കയ്യിലില്ല. ഇനിയിപ്പോ ആരോടെങ്കിലും കടം വാങ്ങിച്ചാലേ കാര്യം നടക്കൂ. ഞാൻ മറ്റന്നാൾ ഓഫീസിൽ വന്നോളാം. യാക്കോബ്, നിൽക്കൂ. ഞാൻ ദാ വരുന്നു. നമസ്കാരം. വക്കീലാണല്ലേ? അതെ. എന്റെ പേര് യാക്കോബ്. ടൗണില് തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ.
അച്ഛന് അസുഖമായപ്പോ കട നിർത്തി. ഓ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം സാറിനോട് പറയാൻ വേണ്ടി വന്നതാ. വക്കീലിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. യാക്കോബ്, കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരിക്കല്ലേ? ദാ ഇത് വെച്ചോളൂ, 50 രൂപയുണ്ട്. അല്ല സാറേ, ഞാൻ ഇത് വേണ്ട എന്നല്ലേ യാക്കോബ് പറയാൻ പോകുന്നത്? അങ്ങനെ പറയരുത്. അർഹിക്കുന്ന ആൾക്ക് എത്ര രൂപ വേണേലും കൊടുക്കുന്ന ആളാണ് ഞാൻ. അത് അർഹിക്കുന്ന ആളായിരിക്കണമെന്ന് മാത്രം. യാക്കോബിന് അതിനുള്ള അർഹതയുണ്ട്. ഈ 50 രൂപ വെച്ചോളൂ. അല്ല സാറേ, ഇത് പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാൻ വേണ്ടിയൊന്നുമല്ല, ഒരു സന്തോഷത്തിന്. അതുകൊണ്ട് ഞാൻ ഈ പൈസ എന്ന കാര്യം യാക്കോബ് ആരോടും പറയുന്നു വേണ്ട. ഓ ശരി സാറേ. പിന്നെ ഇനിയിപ്പോ ആരോടെങ്കിലും പറയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ, യാക്കോബിന് നിർബന്ധമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ അത് വേണ്ടപ്പെട്ടവരോട് മാത്രമേ പറയാവൂ. ശരി സാറേ. പിന്നെ ഇനി മറ്റുള്ളവരോട് പറയുന്നുണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു വലിയ ദാനശീലാണെന്ന കാര്യം യാക്കോബ് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പറയാം സാറേ. അപ്പൊ ശരി. അപ്പൊ ഇതും കൊണ്ട് യാക്കോബ് പോയിക്കോളൂ. സൂക്ഷിച്ചുകൊണ്ടോണം. എന്താ ചെയ്യുക? എന്നെ തോപ്പിക്കാനായാലെന്താ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾക്ക് ഒരു 50 രൂപ കൊടുത്തല്ലോ, വളരെയധികം സന്തോഷം. ഭാമേ, എന്തോ ഞാൻ ഇങ്ങനെ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാറുണ്ട്. അതൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അയ്യോ, അത് ആർക്കൊക്കെ മോനട്ടാ? ഒരുപാട് പേർക്ക്. പക്ഷേ അവർക്കൊക്കെ അതിനുള്ള അർഹതയുണ്ടായിരുന്നു. അർഹതയില്ലാത്തവർക്ക് ഞാൻ 10 പൈസ കൊടുക്കില്ല. അർഹതയുള്ളവർക്ക് കെ മോഹനന്റെ സാർ വാരി കോരി കൊടുക്കും. നമസ്കാരം സാർ. സാറേ, ഞാൻ ആ ഫിലിപ്പോസ് ഏട്ടന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതെന്തായി സാറേ? അതെന്തായി എന്നറിയണമെങ്കിൽ വില്ലേജ് ഓഫീസിലേക്ക് വരണം. വില്ലേജ് ഓഫീസിൽ ഒരു ദിവസം 100 കണക്കിന് അപേക്ഷകളാണ് വരുന്നത്. അതിന്റെ എല്ലാം അവസ്ഥ കൃത്യമായി ഓർത്തു വെക്കാൻ പ്രയാസമാണ്. അപ്പൊ ഞാനേ സാർ ഓഫീസ് ചെന്നതിന് ശേഷം ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ. ശരി ശരി. ഉത്തമനൊരു സംഭവം അറിഞ്ഞോ? എന്താണ്? ഇന്ന് കാക്ക മലന്ന് പറക്കാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. ആണാ? അത് പറ്റി? മോഹനേട്ടൻ ഇന്നൊരാൾക്ക് 50 രൂപ വെറുതെ കൊടുത്തു കളഞ്ഞു. ആർക്ക്? മോഹനേട്ടൻ ഇതൊരു പരിചയക്കാരനാ. അയാളുടെ ഗതികേടിനെ പറ്റി കേട്ടപ്പോ എന്റെ മോഹനേട്ടന്റെ മനസ്സങ്ങ് അലിഞ്ഞു പോയല്ലോ. ഒരു മനുഷ്യ സ്നേഹിയായ മോഹനേട്ടനെ പിന്നെ പിടിച്ചു നിൽക്കാനാവില്ലല്ലോ. ഒരു 50 രൂപ അയാൾക്ക് എടുത്തു കൊടുത്ത് അയാൾ അങ്ങ് പറഞ്ഞു വിട്ടു. ശരിയാണ് സാറേ. അതെന്നെ തോപ്പിക്കാനായി മോഹനേട്ടൻ ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞാൽ പൊതുവെ അത് വിശ്വസിക്കല്ലേ? അത് മോഹനേട്ടന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് മാത്രം ചെയ്തു പോയൊരു സൽക്രമമായിരുന്നല്ലോ അത്. വില്ലേജ് ഓഫീസർ ചെയ്ത ഈ മഹാകാര്യത്തിനെ കുറിച്ച് അറിയുമ്പോ നാട്ടുകാരൊക്കെ മോഹനേട്ടൻ എന്നെ പുകഴ്ത്തില്ലേ? എനിക്ക് അതാണ് കാണേണ്ടത്. ഞാനിങ്ങനെ ഒരുപാട് പേരെ സഹായിക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങനെ പറഞ്ഞു നടക്കില്ല. വില്ലേജ് ഓഫീസിനടുത്ത് കട നടത്തുന്ന വിജയന് കഴിഞ്ഞ മാസം ഞാൻ 25 രൂപയാണ് കൊടുത്തത്. എന്നിട്ട് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? ഉത്തരോട് പറഞ്ഞോ? ഇല്ലില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഒരു സഹായം ചെയ്യണം നമുക്ക് തോന്നി, അത് നമ്മളെ ചെയ്തു. പിന്നെ അതിന്റെ കണക്കും പറഞ്ഞ് നാടോട്ട് കിടക്കുന്നത് ശരിയാണോ? ഒരിക്കലുമില്ല. ചെയ്യരുത്. പക്ഷേ ഉത്തമ, ഇങ്ങനെ പറയാതിരിക്കുന്നത് കൊണ്ടും ഒരു ദോഷമുണ്ട്. എന്താണ്? ഞാനൊരു മനുഷ്യ സ്നേഹിയും പരസഹായിയുമാണെന്നൊക്കെ നാട്ടുകാർക്കറിയില്ലല്ലോ. നാട്ടുകാരുടെ ധാരണ നേരത്തെ ഭാമ പറഞ്ഞ പോലെ ഭയങ്കര പിശുക്കനാണെന്നാണ്. സത്യം പറയാല്ലോ സാറേ, സാർ ഇത്രയും വലിയൊരു സഹായിയാണെന്നുള്ള കാര്യം ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. അല്ല, എനിക്ക് അറിഞ്ഞൂടാരുടെ ഈ തെറ്റിദ്ധാരണ മാറ്റിയേ പറ്റൂ. അതുകൊണ്ട് ഈ യാക്കോവിന് ഞാൻ 50 രൂപ കൊടുത്ത കാര്യം ഉത്തമൻ നാട്ടുകാരുടെ മുഴുവൻ ഇറങ്ങി പറഞ്ഞേ. എല്ലാവരും സത്യമുണ്ട്, എല്ലാവരും പറയട്ടെ. അതെ അതെ അതെ, അത് ഞാൻ പറയാം സാറേ. ഞാൻ പറയാം. ശരി, ഞാൻ പറയാം. പറഞ്ഞേക്കാമേ.
ഇനിയും ആർക്കെങ്കിലും ഒക്കെ പൈസ കൊടുക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 100 രൂപ തരുമോ? എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ അർഹതയുള്ളവർക്ക് മാത്രമേ ഞാൻ പണം കൊടുക്കൂ എന്ന് നേരത്തെ പറഞ്ഞതാ. നിനക്ക് അതിനുള്ള അർഹതയില്ല. 1750 രൂപയാണ്. ഇത് നിനക്ക് തോന്നും പോലെ ധൂർത്തടിക്കാനുള്ളതല്ല, പലചരക്ക് കടയിലെ മാധവൻ കുട്ടിക്ക് കൊടുക്കാനുള്ളതാ. ഇന്ന് 30 തീയതി. കൊടുത്തേക്കണം. എനിക്ക് പണ്ടേ മാലതിയെ സംശയം ഉണ്ടായിരുന്നു. അവളുടെ ഒരു നടപ്പും ഭാവവും ഒക്കെ കണ്ടാൽ അറിഞ്ഞൂടെ ആള് ശരിയല്ലെന്ന്. എനിക്കും സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇങ്ങനൊരു അക്രമം അവള് കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏതോ ഒരു പയ്യനുമായി അവൾ പ്രേമത്തിലായപ്പോഴാ അവളുടെ പഠിപ്പ് നിർത്തി വീട്ടിലെത്തിയത്. അന്ന് അവള് കയ്യിലെ ഞരമ്പൊക്കെ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാ. അതുമാത്രം ആ സംഭവം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോ റബ്ബർ വെട്ടാൻ വന്ന സണ്ണിക്കുട്ടിയുമായി അവള് പ്രേമത്തിലായി. സണ്ണിക്കുട്ടിയുടെ കൂടെ ഒളിച്ചോടാനായിട്ട് അവള് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. ആണോ? പക്ഷേ വഴിയിൽ വെച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞതുകൊണ്ട് ആ ഒളിച്ചോട്ടം അവിടെ മുടങ്ങി. എന്റെ പൊന്ന് പ്രൊഫസർ, രാവിലെ വന്നപ്പോ മുതൽ തുടങ്ങിയതാണല്ലോ ഈ മാലതി പുരാണം. ഇത് ഇതുവരെ തീർന്നില്ല. ശിശുപാലൻ ചേട്ടാ പറയുന്ന കേട്ടാ ഞാനെന്തോ നുണ പറഞ്ഞോണ്ടിരിക്കുകയാണെന്ന് തോന്നുമല്ലോ. മാലതി കാണിച്ചില്ലേ ഞാൻ പറഞ്ഞത്? അത് ശരിയാ. ഇന്നലെ രാത്രി 9 മണിക്ക് ഉറങ്ങാൻ പോകുന്നത് വരെ ഒരക്ഷരം വീട്ടിലുള്ളവരടുത്ത് സൂചിപ്പിക്കുകയോ ഒരു സംശയത്തിന് ഇട കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്നേ. നേരം വെളുത്ത് നോക്കിയപ്പോഴേ ആട് കിടന്നെടുത്ത ഒരു പൂട പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഒരെഴുത്തും എഴുതി വെച്ച് അവള് സ്ഥലം വിട്ട് കളഞ്ഞില്ലേ. പ്രേമിക്കുന്നതിനും ഒളിച്ചോടി പോകുന്നതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് 2-3 പിള്ളേരുള്ള ആ കുമാരന്റെ കൂടെ ഒളിച്ചോടി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അവക്ക്. അത് ശരിയാ. ഇതിപ്പോ അവളുടെ കുടുംബത്തിന്റെ മാനം മാത്രമല്ലല്ലോ പോയത്. ആ പാവം കുമാരന്റെ ഭാര്യ മക്കൾ ഇനി എന്ത് ചെയ്യും? പിന്നല്ലാതെ അവളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? എന്റെ കാഞ്ഞന സാറേ, ഇനി അത് വിട്. മാലതിയുടെ പാട്ടിന് പോയി. മോനേഷ സാർ വരുമ്പോ ആ കഥയും പറഞ്ഞോണ്ടിരുന്നാൽ സാറിന്റെ സ്വഭാവം മാറും. ഓ, നാട്ടിലെ ബാക്കി എല്ലാ സകല കാര്യങ്ങളിലും സാർ ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുമല്ലോ. നമുക്ക് താല്പര്യമുള്ള വിഷയം നമ്മൾ പറയും. കാഞ്ചനെ, എന്തോ എന്താണ് പ്രശ്നം? ഒന്നുമില്ല സാർ. എന്തോ ഉണ്ടല്ലോ. ഞാൻ പറയാം സാർ. കാട്ടുപറമ്പില് വേലായുധൻ ചേട്ടന്റെ മകളെ ഇന്നലെ രാത്രി പ്ലാക്കാട്ട് വിളയിലെ കുമാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതാ ഇവിടുത്തെ ചർച്ച. സാറേ, കല്യാണം കഴിഞ്ഞ് 3 മക്കളുള്ള കുമാരന്റെ കൂടെ അവള് പോയത്. അതുകൊണ്ട് കാഞ്ചനെ, മറ്റുള്ളവരുടെ ദോഷങ്ങൾ കണ്ടുപിടിച്ച് അത് പറഞ്ഞ് സന്തോഷിക്കാതെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു പഠിക്കൂ. നമ്മുടെ ചുറ്റും എത്രയോ നന്മകൾ സംഭവിക്കുന്നുണ്ട്. അതൊന്നും പറയാതെ ഇത്തരം ചീത്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് മുരടിച്ചു പോകും. അതിപ്പോ അങ്ങനെ പറയാൻ മാത്രം നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നില്ലല്ലോ സാറേ. ആര് പറഞ്ഞു ഇല്ല എന്ന്? ഒരു നല്ല വാർത്ത ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കൂ. എന്ത് വാർത്തയാ സാറേ? ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ വന്ന് ദയനീയാവസ്ഥ പറഞ്ഞ ഒരാൾക്ക് ഞാൻ 50 രൂപ കൊടുത്തു. ഒരു ചെറിയ കാര്യമാണോ? 50 രൂപയാണ് ഞാൻ കൊടുത്തത്. എന്താ സംശയമുണ്ടോ? സംശയം അന്വേഷിച്ച് നോക്കോ. താലൂക്ക് ഓഫീസിനടുത്ത് തട്ടുകട നടത്തിയിരുന്ന യാക്കോബിനാണ് നിങ്ങളുടെ കെ മോഹനൻ സാർ 50 രൂപ കൊടുത്തത്. നോക്കൂ, ഇതൊരു ചെറിയ കാര്യമാണോ? പറയൂ. അല്ല സാർ, ഒരിക്കലും അതൊരു ചെറിയ കാര്യമാവൂല. ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ നാട്ടുകാരോടൊക്കെ പറയണം. വില്ലേജ് ഓഫീസർ കെ മോഹനൻ സാർ ഇങ്ങനെ ചെയ്തു എന്നറിയുമ്പോൾ നാട്ടിലുള്ള പലർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും. ആ
50 രൂപ കൊടുത്തു. ഇന്ന് പത്രത്തിൽ കൊടുക്കേണ്ടതായി. ഹലോ. ആ സാറേ, ഞാനാണ് ഉത്തമൻ. ആ ഫിലിപ്പോസ് ഏട്ടന്റെ കാര്യം എന്തായി എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഉത്തമനോട് എത്ര മണിക്ക് വിളിക്കാനാണ് ഞാൻ പറഞ്ഞത്? 11 മണി. ഇപ്പൊ എത്ര മണിയായി? ഇപ്പോ 10 കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ ആഫീസിലേക്ക് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഫിലിപ്പോസിന്റെ അപേക്ഷ എടുത്ത് നോക്കണോ? ഉത്തമ, ഒരു സമയം പറഞ്ഞാൽ അത് പാലിക്കാൻ പഠിക്കണം. ഞാൻ ഒരു 11 മണിക്ക് വിളിക്കാം സാർ. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താ? എന്താണ് സാറ്? അല്ല, ഞാനൊരു വലിയൊരു സഹായം ചെയ്ത കാര്യം പറഞ്ഞായിരുന്നല്ലോ. ആ അത് ആരോടൊക്കെ പറഞ്ഞു? ഞാനോട് പറഞ്ഞില്ല സാർ. കൊള്ളാം. ഞാൻ അത്രയും വലിയൊരു നല്ല കാര്യം ചെയ്തിട്ടും ഉത്തമൻ ഇതുവരെയും ആരോട് പറഞ്ഞില്ലേ? ചുമ്മാ നമ്മുടെ നാട് നന്നാകത്ത് കട്ടം. ഓ 50 രൂപ മുടക്കിയിട്ട് നാട്ടുകാർ മൊത്തം അറിയണമെന്ന്. സംഭവം കേട്ട നാട്ടുകാർ മൂക്കത്ത് വിരൽ വയ്ക്കും. എന്താ ഒറ്റയ്ക്ക് വർത്തമാനം പറയുന്നത്? അയ്യോ, ഈ ഒറ്റയ്ക്ക് അങ്ങനെ വർത്താനം പറഞ്ഞുകൂടാതെ നിയമമൊന്നും ഇല്ലല്ലോ. ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് വർത്താനം പറയേണ്ടി വരും. ഗോവിന്ദകുട്ടി അവിടെ നില്ല്. പിന്നെ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. എന്താ? നമ്മുടെ മോനേട് സാറേ ഇന്നൊരു വലിയ കാര്യം ചെയ്തു. സാറിനോട് സഹായം ചോദിച്ചു വന്ന ഏതോ ഒരു യാക്കോബിന് സാറ് 50 രൂപ കൊടുത്തു. 50 രൂപയോ? അതാണോ സംഭവം? അതൊരു ഭയങ്കര സംഭവമാണെന്ന് മോഹനേട് സാറാണ് പറഞ്ഞത്. ഈ മോഹനേട് സാർ വലിയ ആളല്ലേ. സാർ ഒരു കാര്യം പറയുമ്പോ അത് ശരിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഗോവിന്ദകുട്ടി ഒരു കാര്യം ചെയ്യണം. ആരെ കണ്ടാലും ഈ വലിയ സംഭവം പറഞ്ഞേക്കണം. എന്താ ഗോവിന്ദകുട്ടി ചേട്ടാ? ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാ. സാർ എങ്ങനെ ഇപ്പൊ ഇവിടെ ഉണ്ടാവുക? ആഫീസ് ചെന്നാ പോരായിരുന്നോ? അല്ല, ആഫീസിൽ ചെന്ന് പറയേണ്ട കാര്യമല്ല വക്കീലെ. പിന്നെന്താ? അത്യാവശ്യക്കാർക്ക് മോഹനേഷ് സാറ് സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആകെ ഗതികേടില്ല. എന്തെങ്കിലും ഒരു സഹായം. മോഹനേട്ടൻ എങ്ങനെ സഹായിക്കുന്നു ഗോവിന്ദകുട്ടി ചേട്ടൻ്റെ അടുത്ത് ആരാ പറഞ്ഞത്? ഉത്തമൻ. സാറ് വലിയ ദാനശീലനാണെന്ന് ചോദിച്ചാൽ മതി പൈസ തരുമെന്നും പറഞ്ഞു. മഴയൊക്കെ ആയതുകൊണ്ട് ജോലിയൊന്നും ഇല്ല വക്കീലെ. ഒരു ചെറിയ സഹായം കിട്ടിയാൽ നന്നായിരുന്നു വക്കീലെ. നമസ്കാരം സാറേ. നമസ്കാരം. മാധവൻകുട്ടി എവിടെ പോയതാ? ദാമോദര സാറിന്റെ വീട്ടിൽ നിന്ന് വിളിച്ച് കുറച്ച് സാധനങ്ങൾ കൊണ്ടുചെല്ലാൻ പറഞ്ഞു. അവിടെ കടയിൽ നിന്ന് വന്ന സാധനം കൊണ്ടുപോകാൻ ആളില്ലല്ലോ. ആ, മാധവൻകുട്ടിയുടെ പൈസ കിട്ടിയായിരുന്നല്ലോ. ഏത് പൈസ? മാധവൻകുട്ടിയുടെ കടയിൽ തരാനുണ്ടായിരുന്ന 1750 രൂപ. ഇന്ന് 30-ാം തീയതി ആയതുകൊണ്ട് പൈസ രാവിലെ തന്നെ ഭാമയുടെ കയ്യിൽ കൊടുത്തുവിട്ടാണല്ലോ. വക്കീൽ കടയിലേക്ക് വന്നില്ല സാർ. വന്നില്ലേ? ഇല്ല. ഞാൻ രാവിലെ 11 വരെ കടയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ടൗണിൽ പോയി. ഉച്ചയ്ക്ക് തിരിച്ചു വന്നു. പക്ഷെ കടയിൽ ആളുണ്ടായിരുന്നു. വക്കീൽ അങ്ങോട്ട് വന്നില്ല. മറന്നുപോയി കാണും. ഇതാണ് ഭാമയുടെ ഏറ്റവും വലിയ കുഴപ്പം. ആവശ്യമുള്ളത് ഒന്നും ഓർത്തു വയ്ക്കില്ല. എന്നെ നാണം കെടുത്തി നടക്കും. അയ്യോ, അത് സാരമില്ല സാറേ. എനിക്ക് പൈസ നാളെ കിട്ടിയാലും മതി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എല്ലാ മാസവും 30-ാം തീയതി കൃത്യമായി പൈസ തരുന്ന ഒരാളാണല്ലോ ഞാൻ. ഭാമയുടെ ഓർമ്മക്കുറവ് കാരണം ഇന്നത് നടന്നില്ല. മാധവൻകുട്ടിക്ക് അത് പ്രശ്നമില്ലായിരിക്കും. പക്ഷേ എന്റെ അഭിമാനമാണല്ലോ പോയത്. മാധവൻകുട്ടി എന്നോട് വീട്ടിലേക്ക് വരൂ. ഞാൻ പൈസ ഇപ്പൊ തന്നെ എടുത്തു തരാം. വേണ്ട സാർ, പൈസ നാളെ മതി. ശരിയാണ്. സാർ സാർ ആ യാക്കൂബിന് പൈസ വല്ലതും കൊടുത്തിരുന്നു? യാക്കോ പറഞ്ഞല്ലേ? പറഞ്ഞു. എനിക്ക് യാക്കോബിനെ വളരെ നേരത്തെ അറിയാം. അവന്റെ കടയിൽ നിന്ന് ഞാനൊരു ചായ കുടിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛൻ അസുഖം വന്നോടെ തട്ടുകേർ നിർത്തേണ്ടി വന്നു. പാവം. ഏതച്ഛൻ? എന്റെ സാറേ, അവന്റെ അച്ഛൻ മരിച്ചിട്ട് വർഷം 4 കഴിഞ്ഞു.
കുറെ നാളായി അവൻ മുഴുവൻ സമയം കുടിയാ. അങ്ങനെയാ കട പൂട്ടിപ്പോയത്. ഇപ്പൊ നാട് മുഴുവൻ നടന്ന് ഓരോരോ കളവും പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി കള്ളു കുടിക്കലാ അവന്റെ പരിപാടി. യാക്കോബോ? പക്ഷേ പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണല്ലോ എന്നെ കാണാൻ വന്നത്. ഏത് സ്ഥലം? അവൻ ഒരിടത്തും ഒരു സെന്റ് സ്ഥലം പോലും ഇല്ല സാറേ. ലോകതരിയുടെ ആള്. ഞാനിന്ന് ടൗണിൽ വെച്ച് കണ്ടപ്പോ അവൻ പറയാ, സാറിന്റെ വീട്ടിൽ വന്ന് സാറിനോട് 10 മിനിറ്റ് ഗതികേട്ട് പറഞ്ഞിട്ട് സാർ ആകെ കൊടുത്തത് 50 രൂപയാണ്. സാർ ഒരു പിശുക്കനാണ്, മനസാക്ഷി ഇല്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞു. എന്തിനാ സാറേ അവനെ പോലുള്ളവർക്ക് കാശ് കൊടുത്ത് അവന്റെ വായിലിരിക്കുന്ന കേൾക്കുന്നത്? കഷ്ടം. ഹലോ, അതെ. ഇല്ല, മോഹനടൻ എത്തിയിട്ടില്ല. കൃത്യം 5:15 മോഹനടൻ ഓഫീസിൽ വരുള്ളൂ. അതെയോ? ആ, വരുമ്പോ ഞാൻ തിരിച്ചു വിളിക്കാൻ പറയാം. എന്താ പേര്? വിശ്വംഭരൻ. ആ, ഓ ശരി. പേര് പറഞ്ഞ മോഹനടൻ അറിയായിരിക്കുമല്ലോ അല്ലേ? അതൊക്കെ മോഹനടൻ നേരിട്ട് സംസാരിച്ചാ മതി. ഓ ശരി. ഹലോ, ഒരു സെക്കൻഡ് നേരത്തെ വന്നിരുന്നെങ്കിലോ? കഷ്ടായിപ്പോയി. ആ, മോഹനടൻ ഒരു വിശംബരം വിളിച്ചങ്ങ് വെച്ചതേ ഉള്ളൂ. നേരത്തെ പരിചയമുള്ള ആളാണെന്നാ പറഞ്ഞത്. എന്തോ സാമ്പത്തിക സഹായം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അല്ല, മോഹനടൻ ആളുകളെ കൈയച്ച് സഹായിക്കുന്ന കാര്യം നാട് മുഴുവനും പറഞ്ഞില്ലേ? അതറിഞ്ഞപ്പോ വിളിച്ചതാ. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നീ എന്താ മാധവോടി പൈസ കൊടുക്കരുത്? ഇന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് നിന്നെ ഏൽപ്പിച്ചല്ലേ ഞാൻ. അല്ല, മാധവ ഞാൻ നാണം കെട്ടുപോയി. അല്ല, അത് മോനട്ടാ. ഞാൻ ഈ നാട്ടിലുള്ളവർ മുഴുവൻ എന്നെ ബഹുമാനിക്കുന്നത് എന്റെ കൃത്യനിഷ്ഠയുടെയും സത്യസന്ധതയുടെയും പേരില. 30-ാം തീയതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ 30-ാം തീയതി കൊടുത്തില്ല എങ്കിൽ പോകുന്നത് എന്റെ മാനമാണ്. അയ്യോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മോഹനടൻ ഈ നാട്ടിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് കൃത്യനിഷ്ഠക്കാരൻ, സത്യസന്ധൻ എന്നൊക്കെയാണെന്നുള്ളത് ശരി തന്നെയാ. അത് ഇന്നലെ വരെ. പക്ഷെ ഇന്ന് മോഹനടൻ അറിയപ്പെടുന്ന മഹാദാനശീലൻ എന്നുള്ള പേരിലല്ലേ? രാവിലെ യാക്കോവിനോടുത്ത 50 രൂപ മോഹനടന്റെ ജാതകദാനം മാറ്റിക്കളഞ്ഞില്ലേ? ഉത്തമം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു ഗോവിന്ദൻകുട്ടി ചേട്ടനാണ് ആദ്യം ഇവിടെ വന്നത് ഒരു സഹായം ചോദിച്ചിട്ട്. നാട് മുഴുവനും വാഴ്ത്തുന്ന ഒരു ദാനശീലിന്റെ ഭാര്യയായിപ്പോയി. എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തല്ലേ പറ്റുള്ളൂ. 100 രൂപ ഞാൻ ഗോവിന്ദൻകുട്ടിക്ക് അങ്ങ് കൊടുത്തു. എന്റെ മോഹനട്ട, പിന്നെ ആളുകളുടെ ഒരു ബഹളമല്ലായിരുന്നു. കഥ കേട്ട ആളുകൾ വന്നുകൊണ്ടേയിരുന്നു, ഞാൻ കാശ് കൊടുത്തുകൊണ്ടേയിരുന്നു. ആ, കാശ് കൊടുത്തില്ലേ മോഹനട്ടന്റെ പേരല്ലേ മോഹനട്ട പോവാ. അങ്ങനെ 1750 രൂപയിൽ 950 രൂപ പോയി. ബാക്കി 800 രൂപ കൊടുത്താ പോരല്ലോ മാധവൻകുട്ടിക്ക്. അതുകൊണ്ട് ഞാനത് കൊടുത്തില്ല. എന്നോട് ഇങ്ങനെ ഒച്ച വെച്ചിട്ട് എന്താ കാര്യം? ഉത്തമനെ പറഞ്ഞേപ്പിച്ച് നാടൊട്ടുക്കും പരസ്യം കൊടുത്തപ്പം മോഹനട്ടൻ ആലോചിക്കണമായിരുന്നു. ആഹാ, ഉത്തമനെത്തിയല്ലോ. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി പറഞ്ഞാൽ മതി. നമസ്കാരം സാർ. ഓ, സാർ ഓഫീസിൽ നിന്ന് വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. കൃത്യസമയത്ത് തന്നെ ഞാൻ എത്തിയല്ലേ? എന്താ കാര്യം? അല്ല, സാറ് യാക്കോബിന് 50 രൂപ കൊടുത്ത കാര്യം എല്ലാവരോടും പറയണമെന്ന് സാറ് പറഞ്ഞില്ലേ? സാറത് പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. സാറിന്റെ ഫോൺ വന്നതിന് ശേഷം ഞാൻ കണ്ട സകലരുടെയും സാറ് യാക്കോബിന് 50 രൂപ എടുത്തു, 50 രൂപ എടുത്തു, 50 രൂപ എടുത്തു എന്ന് പറഞ്ഞു. ഉള്ളത് പറയാലോ സാറേ, സാറിന്റെ ദാനശീലം കേട്ടിട്ട് സകലരും അന്തം വിട്ടിരിക്കുകയാണ്. അതങ്ങനെ ആയിരിക്കുമല്ലോ. ഉത്തമൻ ആദ്യം കാര്യം പറഞ്ഞു ഗോവിന്ദൻകുട്ടി ചേട്ടൻ അപ്പൊ തന്നെ ഇവിടെ വന്ന് എന്നോട് പൈസ ചോദിച്ചു. ആണാ? ഗോവിന്ദൻകുട്ടി വന്നാ? സാറേ, ഞാൻ ഈ കാര്യം പറഞ്ഞ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ ആള് മാത്രമല്ല സകലരും ഈ കാര്യം കേട്ട് അന്തം വിട്ടിരിക്കുകയാണ്. ഓ, എന്തായാലും ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് സാറിന് ഭയങ്കര പബ്ലിസിറ്റിയാണ് കിട്ടിയിട്ടുണ്ട്. നാട്ടുകാരിത് കേട്ട ഉടനെ എന്നെ വിളിയോട് വിളി. പിന്നെ സാറേ,
സംഭവം കേട്ട ഉടനെ നമ്മുടെ പുത്തമ്പുരയിലെ രാജേഷും കിഴക്കേ വീട്ടിലെ രായപ്പനും ബാർബർ ചന്ദ്രനും തടിമില്ലിൽ പണിയെടുക്കുന്ന യൂസഫും കാട്ടുപറമ്പിലെ ചാക്കോച്ചനും ഒക്കെ എന്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം പാവപ്പെട്ട അത്തപ്പാടി കേസുകളാണ് സാറേ. സാർ അവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ വന്നിരിക്കുന്നത്. സാർ അവരോടൊന്ന് സംസാരിക്കണം. ഞാനെന്ത് സംസാരിക്കാൻ? ഞാനെന്ത് സംസാരിക്കാൻ? അല്ല, സാറ് സംസാരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവരെന്നെ ജീവിക്കാൻ സമ്മതിക്കൂല. സാർ ഇപ്പൊ ഒന്ന് ഇടപെട്ടാല് ഈ ആൾക്കൂട്ടത്തെ പിരിച്ചു വിടാൻ പറ്റൂ. ഒന്നോമാരോടത്തൊക്കെ ഇപ്പൊ എന്റെ മുഖത്ത് അറിയോ? എന്താ ഞാനോട് ബാങ്ക് അറിയോ? അറിയാമോട് മൊത്തം എത്ര പേരുണ്ട്? സാർ എന്താ അല്ല, മൊത്തം എത്ര പേരുണ്ടെന്ന്. വന്നത് എവിടെ? ഒരു 7-8 പേര് കാണും. ആ, അത് നന്നായി. ആ. ബാക്കി നാട്ടുകാരും കൂടി ഉടനെ വരുമായിരിക്കുമല്ലോ അല്ലേ? വരും 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 വരും. ശരി ശരി ശരി. അമ്മാരിയായിരുന്നു എന്റെ പറച്ചില്. അതെ, ഇവിടെയെങ്കിലും നിന്നാ മതിയോ? വന്നവരെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടില്ലെങ്കിലേ അവസാനം ഇവിടെ ആൾക്കൂട്ടാവേ. വെറുതെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. ഒടുവിൽ ആൾക്കൂട്ടത്തിനെ പിരിച്ചുവിടാൻ നമുക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ഞാനിപ്പോ അവരുടെ എന്താ പറയണ്ട? നീ അവിടെ പോയി പോകാൻ പറ. അയ്യോ, ഞാൻ എന്താ പറയാ? അതോടെ ഞാൻ നാട്ടുകാരുടെ ശത്രു ആവില്ലേ? മോനോടെ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ അവിടെ പൈസ കൊടുക്കേണ്ടി വരും. അതിനായിട്ട് എന്റെ പൈസ ഒന്നുമില്ല. എന്നെ തോപ്പിക്കാനായി രാവിലെ യാക്കോബിന് 50 രൂപ കൊടുത്തു. അത് കഴിഞ്ഞ് അത് നാട് മുഴുവനും പറഞ്ഞോണ്ട് നടന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? തോറ്റത് ഞാനോ അതോ മോഹനേട്ടനോ? യാക്കോബിനെ വെച്ചിട്ടുണ്ട്. ഇപ്പത്തെ പ്രശ്നം അതല്ലല്ലോ മോഹനേട്ടാ. ആളുകളൊക്കെ പുറത്തു നിൽക്കുന്നു. നീ പോയി അവരെ പറഞ്ഞോളൂ. പോയത് പോയി. ഇനിയിപ്പോ എന്റെ പൈസ ഒന്നുമില്ല. 1000 രൂപ പോയത്. 1000 രൂപ. 1000 ഒന്നും പോയിട്ടില്ല. മോഹനേട്ടൻ യാക്കോബിന് കൊടുത്ത് 50 രൂപ പോയിട്ടുള്ളൂ. അതും കൂടി കൊടുക്കാൻ തന്ന 1750 രൂപയും എന്റെ കയ്യിൽ തന്നെയുണ്ട്. അവര് ഗോവിന്ദോട്ട് പൈസ കൊടുത്തില്ലേ? പിന്നെ നല്ല നാല് ചീത്ത ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദാനം കിട്ടുമെന്ന് അറിഞ്ഞത് ഓടിയൊക്കെ പോകുന്നല്ലേ. മേലിൽ ഇക്കാര്യം പറഞ്ഞോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ എന്റെ മോഹനയുടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഞാൻ ആർക്കിലും അങ്ങ് എടുത്ത് കൊടുക്കൂ. സാറേ, എന്താ ഇപ്പൊ ചെയ്യുക? ഞാൻ ഇടപെടണോ? നീ ഇടപെടുന്നതാണല്ലോ. അയ്യടാ, സാറിന്റെ പേര് ചീത്തയാവാൻ പാടില്ലല്ലോ. നാട്ടുകാരുടെ പഴിമുഴുവൻ എനിക്ക്. ദാനം ആപത്തിനെ തടയുമെന്നാണ് ആപ്തവാക്യം. പക്ഷേ 50 രൂപ ദാനം നൽകി 50,000 രൂപയുടെ പുണ്യം നേടാൻ പോയ വില്ലേജ് ഓഫീസർക്ക് കിട്ടിയത് മനപ്രയാസവും പരിഹാസവുമാണ് എന്നത് കഷ്ടമായി പോയി. പോയ 50 രൂപയെ പറ്റി പരിതപിച്ചിട്ട് ഇനി കാര്യമില്ല എന്ന് വില്ലേജ് ഓഫീസറെ ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.